ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഈ വായനാ ദിനത്തിൽ ഞങ്ങൾ 7 ബിയിലെ വിദ്യാർത്ഥികളുടെ അസംബ്ലിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യാക്ഷരങ്ങളിലൂടെ അറിവിന്റെ വെളിച്ചം നമുക്ക് പകർന്നു കിട്ടുന്നു. ആ വെളിച്ചം ഒരു ചൈതന്യമായി നമ്മുടെ ഉള്ളിൽ എന്നും നിലകൊള്ളുന്നു. പുതിയ പുതിയ അറിവിന്റെ കിരണങ്ങൾ പോലെ ഒരു പ്രാർത്ഥനാ ഗാനവുമായി പ്രിയ കൂട്ടുകാർ. ജന്മദിനം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് ആശംസകൾ നേരാനായി ക്ഷണിക്കുന്നു. നമുക്ക് സമ്മാനിച്ച വചനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ ചിന്താവിഷയവുമായി ഷെയർ. അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി നിങ്ങൾ തലകുലിക്കുന്നുണ്ടെങ്കിൽ നാളെ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് തലകുലിക്കാം. നന്ദി ഷെയർ. വായന പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിവരശേഖരണത്തിന്റെയും ലോകം വായനയിലൂടെ നമുക്ക് തുറന്നു കാട്ടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഇന്നത്തെ പത്രവിശേഷവുമായി ഷെയ്ന. ഇന്ന് ജൂൺ 19 ദേശീയ വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എക്സാലോജി ഹൈക്കോടതി നടപടി. മുഖ്യമന്ത്രിയും മകളുമടക്കം 7 പേർക്ക് നോട്ടീസ്. അന്വേഷണം ആവശ്യപ്പെട്ട് തള്ളിയ വിജിലൻസ് കോടതി. ചരിത്രത്തിലെ ജീവശക്തി ഘടകം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: വായനയും രചനയും. വായനയുടെ ഉള്ളറകളിലൂടെ ഒരു യാത്ര സാധ്യമാക്കണമെങ്കിൽ നന്നായി വായിക്കണം. അതിനുവേണ്ടി ഒരു ദിനം. അതെ, ഇന്ന് വായനാ ദിനം. ഒരു ദിവസത്തിന് മാത്രം പ്രാധാന്യം നൽകാതെ വായന ഒരു ശീലമാക്കി മാറ്റുക. വായനാ ദിനത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രേരയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ PN പണിക്കരുടെ ചരമദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ആഹോരാത്രം പ്രയത്നിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും പ്രധാനമായത് വായന തന്നെയാണ്. നമുക്കും പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടു വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകും. ഈ സാഹചര്യത്തിലാണ് വായനാ ദിനത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. PN പണിക്കരുടെ ചരമദിനമായി ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു.
ദിനം ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസം വായനാ ദിനമായി ഇന്നും ആചരിച്ചു വരുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാലും വിളയും, വായിച്ചില്ലെങ്കിലും വളരും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രേയ. ഒരാളിൽ ഒളിഞ്ഞു കിടക്കുന്ന സർഗവാസനയെ വായന കൊണ്ട് സൃഷ്ടിക്കാനാവില്ല. പക്ഷേ സ്വപ്നം കാണാനും ഉള്ളിലുള്ള കഴിവുകളെ സജീവമാക്കാനും വായന കൊണ്ട് കഴിയും. സർഗശേഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ പുസ്തകങ്ങൾക്ക് വലിയൊരു കഴിവുണ്ട്. ഒരു കവിതയുമായി പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. നമ്മളെ പോലൊരുത്തനീ മണ്ണിൽ ബന്ധനം വിട്ടുയർന്നതാം കാര്യം, വെന്തരിയിരുന്ന റോക്കറ്റിലെഴുതി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം, ചാടിയോടി കളിച്ചു കൂത്താടി ചന്ദ്രപാത കരുത്തിയ കാര്യം, വാഹനമേറി വീണ്ടും ഇങ്ങെത്തി വാരുതിയിലിറങ്ങിയ കാര്യം, ദൂരദർശന പെട്ടിയിൽ നാട്ടാർ ധീരതയിൽ കണ്ടതാം കാര്യം, പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ത വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു, പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ത വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. രാജപുത്രൻ കരബലത്താലെ രാജപുത്രിയെ വേട്ടതാം കാര്യം, രണ്ടാനമ്മ തന്റെ ക്ഷണി മൂലം രണ്ടുപേരും വനം ചേർന്ന കാര്യം, ദുഷ്ടരാക്ഷസൻ സുന്ദരിയാളെ കട്ടുകോട്ടയിൽ കൂട്ടിയ കാര്യം, കാനനങ്ങളിൽ രാജകുമാരൻ കാന്തയെ തേടി ക്ലേശിച്ച കാര്യം, ശത്രുവെ ചെന്ന് നേരിട്ടു കൊന്നു വീണ്ടെടുത്തതാം കാര്യം, പുസ്തകങ്ങളിലാണെന്നോ പുസ്തകങ്ങളിൽ ആനന്ദമേകും എത്ര കഥകളുണ്ടെന്നോ, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. വായന നമുക്ക് സമ്മാനിക്കുന്ന ലോകം വളരെ വിശാലമാണ്. ഒരു കഥയോ കവിതയോ നമ്മൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ അനിവാചക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. വായനയുടെ വിശാല ലോകം നൃത്ത ചുവടുകളിലൂടെ അവതരിപ്പിക്കുന്നു കൃപ. Bye.
വായന ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വജ്ഞാതാവും പ്രവാചകനുമായ ശ്രീ PN പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ശീലമാക്കൂ. എന്താണ് കുഞ്ഞി മാഷിന്റെ വരികൾ? എന്താണ്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചു തന്നെ വളരുക. നാളേക്കുള്ള നല്ല തലമുറകളായി, നല്ല വിദ്യാർത്ഥികളായി നാടിന് പേരോടുകൂടി, സ്കൂളിന് പേരോടുകൂടി നല്ല വിദ്യാർത്ഥികൾ വരും. എല്ലാവർക്കും വായനദിന ആശംസകൾ. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വായനാദിനത്തോടനുബന്ധിച്ച് ഒരു അസംബ്ലി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന പ്രിൻസിപ്പലിനും ഞങ്ങളുടെ പരിപാടി ഇത്രയും നേരം ആസ്വദിച്ച് ഞങ്ങളോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി അർപ്പിക്കുന്നു. വായന ഒരു കലയാക്കുക. വായിച്ചു തള്ളുകയല്ല, വായിച്ചു കൊള്ളുകയാണ് വേണ്ടത്. വായനയിലൂടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ വായനാദിന ആശംസകൾ. ആദ്യമായി ഇന്നത്തെ അസംബ്ലി കണ്ടക്ട് ചെയ്ത 7th B-യിലെ കൂട്ടുകാർക്കും അതുപോലെ ക്ലാസ് ടീച്ചർ സന്ധ്യ മിസ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ.